ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിനായിട്ട് ആദ്യം നമുക്കിതാ ഈ ഒരു സൈസിലുള്ള വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അടുപ്പത്തൊരു ചട്ടി വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. ഇനി അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതുമാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചെറുതായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല സ്മെല്ല് വരും ഈ ഒരു സമയത്ത്. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്കിതിലോട്ട് ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെഴുക്ക് പുരട്ടിക്ക് നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ചെറിയ ഉള്ളി. അത് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആ ഒരു ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതും 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കളറും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ അടിയിൽ നിന്നൊന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ നമ്മൾ ചെറിയ ഉള്ളിയും പൊടികളെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അത് അടിയിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ കണ്ട നല്ല പോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ, ഇതിന് വേറെ ഒരു പണിയുമില്ല, ഇത്രയും സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതാ ഈ ഒരു പരിവായിട്ടുണ്ടാവും കേട്ടോ. എല്ലാം നല്ല പോലെ വെന്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും നമുക്ക് കഴിക്കാൻ കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സായി കൊടുത്തിട്ട് നമുക്കത് വാങ്ങി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക് യു.